ഹായ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുഴപ്പിലങ്ങാടി ബീച്ചിലാണ്. ഇവിടെയാണ് നമ്മുടെ കേരളത്തിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നത്. ഒരുപാട് പേര് വണ്ടിക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ബീച്ചിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ് പ്രശസ്തമായ നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ച്. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മനോഹരമായ മലബാർ തീരങ്ങളിലൂടെ 4 കിലോമീറ്റർ ദൂരത്തിലാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമുണ്ട് മുഴപ്പിലങ്ങാടിയിലേക്ക്. കേരളത്തിലെ മറ്റു ബീച്ചുകളെ താരതമ്യം ചെയ്യുമ്പോൾ ആഴക്കുറവും അടിയൊഴുക്ക് താരതമ്യേന കുറഞ്ഞതുമായ കടൽഭാഗമാണ് നമുക്ക് നീന്താൻ അനുയോജ്യമായിട്ടുള്ളത് ഈ മുഴപ്പിലങ്ങാടി ബീച്ചിൽ. ഇവിടെ നിറയെ കക്കകളെ കാണാൻ പറ്റും. കക്കയും ശംഖുമൊക്കെ നമ്മുടെ തീരത്തേക്ക് അടിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ജനത്തിരക്കുള്ള ബീച്ചാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഉച്ച സമയത്താണ്. ഒരു ഫംഗ്ഷന് പോയിട്ടാണ് ഞങ്ങൾ ഈ കടലിൻ്റെ തീരത്തേക്ക് എത്തിയിട്ടുള്ളത്. ഈ കടപ്പുറം ഒരു വലിയ അർദ്ധവൃത്തത്തിലാണുള്ളത്. കടൽ തീരത്തു നിന്നും തെക്കുവശത്തായി കടപ്പുറത്തു നിന്നും ഏകദേശം 200 മീറ്റർ അകലെ കടലിൽ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. ഈ ഒരു ചെറിയ ദ്വീപിനെ പ്രാദേശികമായി പച്ചത്തുരുത്ത് എന്നും വിളിക്കാറുണ്ട്. കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയ്ക്കുള്ള ദേശീയപാത 17 സമാന്തരമായാണ് ഈ കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വാഹനം ഓടിക്കുന്ന ഏക ബീച്ച് കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അന്നേരം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വരണം, ഇതൊക്കെ കാണണം എന്നുകൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഞങ്ങളൊരു പ്രൈവറ്റ് വണ്ടിയിലാണ് വന്നത്. പുള്ളിയോട് ചോദിച്ചപ്പം ബീച്ചിൽ അങ്ങനെ വണ്ടി ഓടിക്കത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ടാക്സി ആയിരുന്നു. അല്ലാതെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് കാറിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കും. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ഉപ്പിലിട്ട കടച്ചക്ക കൂടെ കഴിച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡായിരുന്നു. അന്നേരം ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു കടച്ചക്ക കൂടെ കഴിച്ചു. ഓക്കെ, ബൈ ബൈ.